ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് ഒരു ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെൽറ്റ് ഷീറ്റ് എടുത്തു. ഒരു റൗണ്ട് വരയ്ക്കണം അതിൽ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് വരച്ചിട്ടോ, കണ്ടോ. അതിനുശേഷം ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ 4 പോയിൻറ്റുകൾ നമുക്ക് മാർക്ക് ചെയ്യാം. 4 സൈഡും കണ്ടോ, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മാർക്ക് ചെയ്തതിലൂടെ നമുക്കതേ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമുക്കതേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടു കറക്റ്റായിട്ട് ഇതുപോലെ 2 ലൈൻ വരയ്ക്കാം. ഇനി ആ 2 ലൈൻ്റെയും നടുക്കേ കൂടിയും ഓരോ ലൈൻ വീതം ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആകെ 4 ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വി പോലെ നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ലൈനിലും നമുക്ക് ഇങ്ങനെ വി പോലെ വരച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, അങ്ങനെ നമ്മളത് വി പോലെ 2 വി പോലെ വരച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സൂചി എടുക്കുക, നൂലെടുക്കുക. ഇതുപോലെ ആദ്യം അവിടെ നിന്ന് ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ വി വരച്ചില്ലേ, ആ ഒരു വിയുടെ ഒരു അറ്റത്തെ കൂടി, അതായത് ഫസ്റ്റത്തെ വി വരുന്നതിൻ്റെ ഒരു സൈഡിൽ കൂടി ഇതുപോലെ താഴത്ത് നിന്ന് മുകളിലേക്ക് സൂചി പാസ് ചെയ്യുക. അതിനുശേഷം അടുത്തറ്റത്തെ കൂടി സൂചി താഴേക്കും പാസ് ചെയ്യുക. പാസ് ചെയ്യുമ്പോൾ മുഴുവനായിട്ടും നൂല് വലിക്കരുത്, കുറച്ച് വലിക്കുക. അതിനുശേഷം ആ വിയുടെ നടുഭാഗം വരുന്ന അതിൽ കൂടി മുകളിലേക്ക് സൂചി പാസ് ചെയ്ത് വലിക്കുമ്പോൾ നോക്കിക്കോട്ടോ, കണ്ടോ ഒരു വി പോലെ വന്നു. ഇതുപോലെ തന്നെ അതിൻ്റെ താഴത്തെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വിയുടെ നടുവിൽ കൂടി വരുന്ന ഭാഗത്തേക്ക് കൂടി സൂചി പാസ് ചെയ്യുക താഴോട്ട്. അതിനുശേഷം താഴെ നിന്ന് മുകളിലേക്ക് ആ ഒരു വിയുടെ ഒരു സൈഡിലേക്ക് കണ്ടോ, ഒരു സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, സൂചി ഇതുപോലെ മുകളിലോട്ട് പാസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ. ഇനി എന്ത് ചെയ്യാം, അടുത്ത വിയുടെ സൈഡിൽ കൂടി ഇതുപോലെ സൂചി പാസ് ചെയ്യുക. പക്ഷേ നൂല് മുഴുവനായിട്ടും വലിക്കരുത്. ഇനി എന്ത് ചെയ്യണം, വിയുടെ നടുഭാഗം വരുന്ന വശത്തുകൂടെ സൂചി താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, ആ ഭാഗം കറക്റ്റായിട്ട് വന്നു. ഇനി എന്ത് ചെയ്യാം, ആ സർക്കിളിൻ്റെ നടുഭാഗത്തേക്ക് കൂടി നമുക്ക് സൂചി താഴേക്ക് പാസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരെണ്ണം കിട്ടി. ഇതുപോലെ ഇത് മുഴുവൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡും ഗ്രീനും മാറി മാറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റെഡ് തീർക്കാമെന്ന് കരുതി. ഇനി അതിൻ്റെ താഴത്തെ ഭാഗം നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 4 സൈഡും ഇതുപോലെ ചെയ്തു, കണ്ടില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ട് വരുന്നത് ഗ്രീനാണ്. ഗ്രീനും ഇതുപോലെ തന്നെ നമുക്ക് നേരത്തെ റെഡ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രീനും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, റെഡും ഗ്രീനും കൂടി വന്നപ്പോൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആ റൗണ്ട് ഒന്ന് വരച്ചിരിക്കുന്ന ഭാഗം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ തുടങ്ങി റെഡ് വരെ നമുക്ക്
ഗ്രീൻ കളറിലെ ഒരു 3 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതിനാദ്യം വേണ്ടത് ആദ്യം നമ്മൾ സൂചി മുകളിലേക്ക് എടുത്തില്ലേ, അതേ ഭാഗത്തൂടെ തന്നെ താഴേക്ക് വലിക്കുക, മുഴുവനായിട്ടും വലിക്കരുത്. അതിനുശേഷം നമുക്ക് എത്രയോ അകലം വേണോ ആ ഒരു അകലത്തിൽ കൂടി മുകളിലോട്ട് സൂചി പാസ് ചെയ്യുക. പാസ് ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് വെച്ച ആ നൂലിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യണം. ഇനി അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് താഴേക്ക് തൊട്ടരികത്തോടി താഴേക്ക് കൂടി ആ നൂലൊന്ന് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ടൈറ്റ്. അടുത്തത് അതിൻ്റെ തൊട്ടരികിൽ കൂടി ഇതുപോലെ സൂചി മുകളിലേക്ക് പാസ് ചെയ്യുക. അതേ ഹോളിൽ കൂടി തന്നെ സൂചി താഴേക്ക് പാസ് ചെയ്യുക. പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നൂല് മുഴുവനായിട്ടും വലിക്കരുത്. ഇനി നമുക്ക് എത്രത്തോളം അകലം വേണോ ആ അകലത്തിൽ കൂടി സൂചി മുകളിലോട്ട് എടുക്കുക. സൂചി മുകളിലോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ നൂല് നമ്മൾ കുറച്ച് ഭാഗം വിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഇതുപോലെ മുകളിലോട്ട് എടുക്കുക. അതിനുശേഷം അത് ടൈറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ തൊട്ടരികിൽ കൂടി സൂചി താഴേക്ക് പാസ് ചെയ്യുക. ഇതുപോലെ ഞാനിപ്പോൾ ഒരു ഗ്രീനിൽ നിന്ന് റെഡിലേക്ക് 3 ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇനി റെഡിൽ നിന്ന് ഗ്രീനിലേക്ക് റെഡ് കളറിലെ നൂല് വെച്ചിട്ട് ചെയ്യും, ഗ്രീനിൽ നിന്ന് റെഡിലേക്ക് ഗ്രീൻ കളർ വെച്ച്, അങ്ങനെ മാറി മാറി ചെയ്യും കേട്ടോ. അങ്ങനെ ഗ്രീൻ കഴിഞ്ഞു. ഇനി റെഡും നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്യും. ഗ്രീൻ വരെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടും ചെയിൻ സ്റ്റിച്ച് റൗണ്ടിൽ ചെയ്തു. അപ്പോൾ വളരെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു സർക്കിൾ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഇതുപോലെ മടക്കി നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടിക്കണം. കറക്റ്റായിട്ട് ആ റൗണ്ട് വരുന്ന അതിൻ്റെ ഉള്ളിലേക്ക് പോകണം ഇതൊക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഓരോ അറ്റവും നമുക്ക് ഇതുപോലെ പതുക്കെ പതുക്കെ മടക്കി ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ ഒട്ടിയിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ വെട്ടിവെച്ചതും ഒട്ടിക്കാം. അതിന് മുന്നേ ആയിട്ട് ഞാനൊരു പഴയ ക്ലിപ്പാട്ടോ എടുത്തിരിക്കുന്നത്. ഈ ക്ലിപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ സർക്കിളിൽ വെട്ടിയെടുത്ത ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കത് അളന്ന് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് ആ ചെറിയ ക്ലിപ്പിൻ്റെ ഉള്ളിൽ വരും. അതിനുശേഷം ഇതിനെ രണ്ടായി മടക്കി അത് കയറ്റാൻ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലിപ്പ് നമുക്കതിൻ്റെ അകത്തൂടെ ഇതുപോലെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിനി എന്ത് ചെയ്യാം, ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുത്ത് അതിനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്തു വെച്ചതിനടുത്ത് നമുക്കത് ഒന്ന് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ഹെയർ ക്ലിപ്പ് ഇപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. നമുക്ക് ആ വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.